ഗുരുവായൂർ ദേവസ്വത്തിന് സുപ്രീം കോടതിയുടെ പ്രഹരം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ വൃശ്ചികത്തിലെ ഏകാദശി ദിവസം തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ക്ഷേത്രപ്രതിഷ്ഠയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുകയാണ് തന്ത്രിയുടെ ചുമതല, അല്ലാതെ ഭക്തരുടെ സൗകര്യം കണക്കിലെടുത്ത് പൂജ മാറ്റുന്നതല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതേസമയം തുലാമാസത്തിലെ ഏകാദശി പൂജ നവംബർ 2 നടത്തുന്നതിൽ തടസ്സമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ ഡിസംബർ 1 തന്നെ നടത്തണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കലാണ് തന്ത്രിയുടെ കടമ, അല്ലാതെ ഭക്തരുടെ സൗകര്യം കണക്കിലെടുത്ത് പൂജ മാറ്റുന്നതല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 1972 മുതൽ ഈ ആചാരം നടത്തിവരികയാണെന്ന് ജസ്റ്റിസുമാരായ JK മഹേശ്വരി, വിജയ് ബിഷ്ണോയ് എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ വേദതത്വചിന്തകനായ ആദിശങ്കരാചാര്യർ ക്രമീകരിച്ചതാണെന്നും ആ നടപടിക്രമത്തിൽ ഒരു മാറ്റവും അനുവദനീയമല്ലെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം തുലാമാസത്തിലെ ഏകാദശി പൂജ നവംബർ 2 നടത്തുന്നതിൽ തടസ്സമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഏകാദശി നാളിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഉദയാസ്തമന പൂജ നടത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിന് ദേവസ്വം ഭരണകൂടത്തെ സുപ്രീം കോടതി നേരത്തെ വിമർശിച്ചിരുന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന കാരണം കണക്കിലെടുത്താണ് ഉദയാസ്തമന പൂജ മാറ്റുവാനുള്ള തീരുമാനമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം. വർഷങ്ങളായി പിന്തുടരുന്ന ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ആചാരങ്ങളിൽ നിന്നോ പൂജകളിൽ നിന്നോ ചടങ്ങുകളിൽ നിന്നോ ഉണ്ടാകുന്ന തടസ്സമോ വ്യതിയാനമോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ പ്രകടമായി ബാധിക്കുമെന്നായിരുന്നു സ്വകാര്യ ഹർജി. ജനം, ഡൽഹി.